ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല നാടൻ തേങ്ങാപ്പാലുള്ള തേങ്ങാപ്പാൽ ചിക്കൻ സ്റ്റൂ ആണ്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ പാല്, ഗരം മസാല, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, 3 സവാള, 6 പച്ചമുളക് അരച്ചെടുത്ത പേസ്റ്റ്, കറിവേപ്പില, ഉപ്പ്, മല്ലിച്ചപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ സവാളയാണെങ്കിൽ മീഡിയം സവാള നമ്മളൊരു 3 എണ്ണം എടുക്കുക. അതിലേക്ക് നമ്മൾ 6 വലിയ പച്ചമുളകാണ് എടുക്കേണ്ടത്. അരച്ച് തിൻ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റുക. പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഉള്ള പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ ഒരു കൂട്ട് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പച്ച ടേസ്റ്റും പച്ച സ്മെല്ലൊക്കെ മാറി കിട്ടുന്ന സമയം വരെ നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് ചെയ്യാൻ. കാരണം ഉള്ളിലൊക്കെ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ, ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കുക. അപ്പം അത് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് കുക്കറിൽ 2 വിസിൽ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കനാണ്. അതും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിന്റെ വെള്ളം വറ്റി വരുന്ന ഒരു സമയം വരെ നമ്മൾ നോക്കുക. അത്യാവശ്യത്തിനുള്ള വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അവരവരുടെ എരിവിനനുസരിച്ചുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴേ നമ്മുടെ മൂക്കിലേക്ക് നല്ല ഒരു സ്മെല്ലെത്തും. നമ്മൾ ഓവർ സ്പൈസസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല നാടൻ ചിക്കൻ കറിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് നല്ല അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ആ തേങ്ങാപ്പാലും കറിവേപ്പിലയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടിത്തുടങ്ങും. നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അടച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല നാടൻ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ.